ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീട്ടിലെ ചെറിയ ചെറിയ വിശേഷങ്ങളുമായിട്ടാണ് കേട്ടോ ഇന്ന് എത്തിയിട്ടുള്ളത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. അപ്പോൾ ഇന്ന് ഫ്രൈഡേ സ്കൂളുകൾക്ക് അവധിയായിരുന്നല്ലോ. അപ്പോൾ അവധി മദ്രസയിലും ഇല്ല, സ്കൂളിലും ഇല്ല. അപ്പോൾ വാപ്പിച്ചി രാവിലെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മക്കൾക്ക് ഒരേ നിർബന്ധം കേട്ടോ, വീട്ടിലേക്ക് പോരണമെന്ന്. അപ്പോൾ പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോന്നു. അപ്പോൾ വരുവാന്ന് വിളിച്ചു പറഞ്ഞുകൊണ്ട് തന്നെ ഉമ്മച്ചി ഞങ്ങൾ ചെന്നപ്പോഴത്തേനും ചെമ്പരത്തിപ്പൂവും കറിവേപ്പിലയൊക്കെ അരച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ടായിട്ടോ. ചെമ്പരത്തി താളിയും ഒക്കെ പറിച്ച് വെച്ചിട്ടുണ്ടായി. അപ്പോൾ ഉമ്മച്ചി അതെല്ലാം അരച്ച് റെഡിയാക്കുക കേട്ടോ. നല്ല വിശാലമായൊരു നീരാട്ട് തന്നെ പാസ്സാക്കാൻ. ആഴ്ചയിൽ ഈ വീട്ടിൽ വരണ ദിവസങ്ങളിലാണ് നമ്മളൊന്ന് വിശാലമായിട്ട് കുളിക്കണമായിരിക്കും. കാരണം അവിടെ മക്കൾസ് ഉറങ്ങണ ഗ്യാപ്പിലൊക്കെ പെട്ടെന്ന് ചടപടേന്ന് കുളിച്ചിറങ്ങണമല്ലോ. താളി തേക്കാനോ കുറച്ച് നേരം എണ്ണ തേച്ചിരിക്കാനോ ഒന്നും സമയം കിട്ടാറില്ല കേട്ടോ. പിന്നെ എൻ്റെ ഉമ്മച്ചിക്ക് ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ താല്പര്യം കൂടുതലാട്ടോ. എനിക്ക് അത്ര ഇൻട്രസ്റ്റ് ഒന്നുമില്ല. പിന്നെ വീട്ടിൽ വരുമ്പോൾ എണ്ണ തേപ്പ് മുതൽക്ക് എല്ലാം ഉമ്മച്ചി ചെയ്തു തരുന്നതുകൊണ്ട് നമ്മളങ്ങ് ഇരുന്ന് കൊടുത്തായില്ലോ. എൻ്റെ മക്കൾസിന് ഭയങ്കര ഇഷ്ടമാട്ടോ. അപ്പോൾ മോൻ തലേന്നേ വിളിച്ച് ബുക്ക് ചെയ്യും. ഞങ്ങൾ ഉമ്മാമാരുടെ അടുത്ത് നിൽക്കാൻ വരുമ്പോൾ ഞങ്ങൾക്ക് തലയിൽ എണ്ണ തേച്ച് തന്നെ കേട്ടോ. അപ്പോൾ എനിക്ക് തലയ്ക്ക് കടിയുണ്ട്, അതുപോലെ തന്നെ പേനുണ്ട് കേട്ടോ ഉമ്മാമ എന്നൊക്കെ പറഞ്ഞ് വെറുതെ പറയൂ കേട്ടോ. ഈ താളി തേപ്പിക്കാൻ വേണ്ടിയിട്ട് അവനക്കിത് ഭയങ്കര ഇഷ്ടമാണ്. മോക്കും അതെ. ഇതിപ്പോൾ എന്തോ പറഞ്ഞ് മമ്മായിട്ട് തെറ്റി മാറിയിരിക്കണേ കേട്ടോ മോള്. അവരങ്ങനെയാണ്, മിനിറ്റിന് തെറ്റും, മിനിറ്റിന് കൂടും. അതെന്താണെന്നറിയാൻ പാടില്ല കേട്ടോ. ചെറുപ്പം മുതൽക്കേ ഇങ്ങനെ തന്നെയാണ്. അങ്ങനെ മക്കൾസിനെയൊക്കെ ആദ്യം അങ്ങ് താളി തേപ്പിച്ച് സെറ്റാക്കി ഇരുത്തി, അത് കഴിഞ്ഞ് എണ്ണ തേപ്പിച്ചിട്ടോ, എണ്ണയൊക്കെ തേപ്പിച്ച് സെറ്റാക്കി ഇരുത്തിയിട്ട് പിന്നെ ഞാനും എണ്ണയൊക്കെ തേച്ചു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കുഞ്ഞാവകളെ എണ്ണ തേപ്പിക്കാനായിട്ട് കൊടുന്നു. എൻ്റെ കുഞ്ഞാവകളിൽ കുഞ്ഞിപ്പെണ്ണിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ഇങ്ങനെ എണ്ണ തേക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. നമ്മൾ വെറുതെ എണ്ണക്കുപ്പി എടുത്താൽ പോലും ആളിങ്ങനെ തല കാണിച്ചു തരും, തലയിൽ തേക്കാൻ പറഞ്ഞുകൊണ്ട്. അപ്പോൾ ആൾ നല്ല അടിപൊളിയായിട്ട് ആസ്വദിച്ചിരുന്ന് കൊടുക്കണ്ട കേട്ടോ. കണ്ടോ, നല്ല ചിരിച്ചിരിക്കുന്നുണ്ടോ. അവൾക്ക് ഭയങ്കര ഇഷ്ടം അതൊക്കെ. ഇങ്ങനെ എണ്ണയൊക്കെ തേപ്പിച്ച് നമ്മളെടുത്ത് ഇങ്ങനെ കൂടുതൽ കൊഞ്ചിക്കണയൊക്കെ നല്ല ഇഷ്ടം. എന്നാൽ ഇതിന് നേരെ തിരിച്ചാണ് കേട്ടോ മോനക്ക് ഇഷ്ടമേ അല്ല എണ്ണ തേക്കണതും കുളിക്കണതും ഒന്നും ഇഷ്ടമല്ല. പക്ഷെ വെള്ളത്തിൽ എത്ര നേരം വേണമെങ്കിലും ആൾ കളിച്ചോളൂ കേട്ടോ. പക്ഷെ നമ്മൾ കുളിപ്പിക്കാനായിട്ട് പിടിച്ചു കഴിഞ്ഞാൽ ആൾ സമ്മതിക്കില്ല. എൻ്റെ മക്കൾസിൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ടാട്ടോ എൻ്റെ വീട്ടിൽ ചെന്നാൽ. വാപ്പപ്പാടെ വണ്ടിയിൽ ഇങ്ങനെ കയറിയിരുന്ന് കളിക്കാൻ ഭയങ്കര ഇഷ്ടം. അപ്പം ഞാൻ എണ്ണയൊക്കെ തേച്ചിരുന്ന നേരത്തെ അവരെ വാപ്പിച്ചി അവിടെ കൊണ്ട് നിർത്തിയതാട്ടോ. ഇത് വാപ്പിച്ചിയുടെ പൂച്ചയാട്ടോ അപ്പൂസ്. ഞങ്ങൾ വന്നു കഴിഞ്ഞാൽ പിന്നെ പുള്ളി എവിടെയെങ്കിലും ഇങ്ങനെ ഒളിച്ചിരിക്കും. എന്താണെന്നറിയില്ല, എൻ്റെ മക്കൾസിനെ ഭയങ്കര പേടിയാട്ടോ പുള്ളിക്ക്. അത് കഴിഞ്ഞ് ഞാൻ അതിലേക്കൊന്ന് കറങ്ങി അടിച്ച് വന്നപ്പോഴത്തേനും ഉമ്മാമ കുഞ്ഞുങ്ങൾക്ക് തലയിലൊക്കെ തേച്ച് കൊടുത്തു തുടങ്ങി കേട്ടോ. അപ്പോൾ മോളെ ആദ്യം താളിയൊക്കെ തേപ്പിച്ച് നിർത്തിയിട്ട് പിന്നെ മോനെ താളിയൊക്കെ അങ്ങ് തേപ്പിച്ച് രണ്ടുപേരെയും വേഗം അങ്ങ് കുളിപ്പിച്ചെടുത്തു കേട്ടോ. അപ്പോൾ ഇനി ഒന്നാമത് മഴയാണ്. അപ്പോൾ താളിയൊക്കെ തേച്ച് ഒരുപാട് നേരം നിന്നിനി ജലദോഷമൊന്നും വരണ്ടാന്നും പറഞ്ഞത്. അവർ രണ്ടുപേരും നല്ല സെറ്റായി ഉടുപ്പൊക്കെ മാറി സുന്ദരിമണികളായിട്ട് നിൽക്കണ്ട കേട്ടോ. ആ ഗ്യാപ്പിൽ പിന്നെ ഞാൻ വേഗം കുഞ്ഞാവുകളെ അങ്ങ് എടുത്തു കേട്ടോ. അത് കഴിഞ്ഞ് വന്നപ്പോഴും ഇത് തന്നെ വാപ്പപ്പാടെ വണ്ടിയിൽ തന്നെ കേട്ടോ 4 പേരും കയറി ഇന്ന് കളിച്ചുകൊണ്ടിരിക്കുക. പിന്നെ കുഞ്ഞിപ്പെണ്ണ് എന്നെ കണ്ടപ്പോൾ എന്നെ എടുക്കണമെന്ന് വാശി പിടിച്ചുകൊണ്ട് പിന്നെ അവളെ എടുത്ത് കുറച്ച് നേരം ഇങ്ങനെ മുറ്റത്തോടെ നടന്നു കേട്ടോ. എപ്പോഴും നമ്മൾ കുട്ടികളാവണം നമ്മുടെ വാപ്പിച്ചിരി ഉമ്മച്ചിരി അടുത്ത് വരുമ്പോഴായിരിക്കൂലേ. അപ്പോൾ വാപ്പിച്ചി അവിടെ ഇന്ന് വെയിലൊക്കെ കണ്ടേക്കണോണ്ട് തന്നെ മുറ്റമൊന്ന് അടിച്ചിടണ്ട കേട്ടോ. അപ്പോൾ വാപ്പിച്ചി എടുത്ത് ഓരോ കഥകളും കാര്യങ്ങളും പറഞ്ഞ് ഇങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞ് ചുമ്മാ നിൽക്കുക കേട്ടോ. റിലാക്സ് ചെയ്ത് നിൽക്കണം നമ്മുടെ വീട്ടിലാലോ അല്ലേ. അപ്പം അതൊക്കെ കഴിഞ്ഞ് അങ്ങ് കയറി വന്നപ്പോഴത്തേനും ഉമ്മച്ചി ചോറും കറിയൊക്കെ എടുത്തുകൊണ്ട് തന്നു. പിന്നെ മക്കൾസിനെയും വെച്ച് അതങ്ങ് വാരി അവർക്കും കൊടുത്തു, ഞാനും കുറച്ച് കഴിച്ചു കേട്ടോ. അല്ലെങ്കിലും താളിയൊക്കെ തേച്ച് ഒരു കുളി കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ നമുക്ക് എന്തെന്നില്ലാത്തൊരു വിശപ്പുണ്ടാവും. അത് സ്വന്തം വീട്ടിലാണെങ്കിൽ പറയുകയും വേണ്ടല്ലോ അല്ലേ. അപ്പോൾ അവിടെ മോള് തെറ്റി നിൽക്കുക കേട്ടോ. അപ്പോൾ ഉമ്മാമ നാരങ്ങ വെള്ളം ഉണ്ടാക്കി കൊടുത്തില്ല എന്നും പറഞ്ഞ് വഴക്കിട്ട് നിൽക്കണേ കാണുന്നത്. പിന്നെ അവൾ അടുക്കളയിൽ പോയി അത് എല്ലാം സെറ്റാക്കി കഴിഞ്ഞ് കഴിഞ്ഞിട്ടാട്ടോ വന്നിരുന്ന് ചോറ് മേടിച്ച് കഴിക്കണം. അവരങ്ങനെയാണ്, എപ്പോഴും എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് ഇങ്ങനെ വഴക്കിട്ടുകൊണ്ടിരിക്കും കേട്ടോ. പിന്നെ 4 പേർക്കും അങ്ങനെ ചോറൊക്കെ കൊടുത്ത് റിലാക്സ് ചെയ്തിരുന്നു.
അല്ലെങ്കിലും നമ്മുടെ വീട്ടിൽ അതൊരു പ്രത്യേക സുഖമല്ലേ, പറഞ്ഞറിയിക്കണ്ടല്ലോ. നമുക്കടെ ഇഷ്ടത്തിന് ഇരുന്നും നിന്നും കിടന്നും ഒക്കെ ആയിട്ട് നമുക്കടെ ഇഷ്ടങ്ങൾക്കുള്ള ഭക്ഷണങ്ങളും എല്ലാം ആയിട്ട് റിലാക്സ് ചെയ്തിരിക്കാമല്ലോ. അപ്പോൾ വാപ്പിച്ചിയും ആങ്ങളെയും പള്ളിയിൽ പോയേക്കോട്ടോ. അപ്പോൾ ഫ്രൈഡേ ആയതുകൊണ്ട് തന്നെ അവർ ജുമയ്ക്ക് പോയതുകൊണ്ട് തന്നെയാണ് മക്കൾസ് ഇങ്ങനെ ഇരിക്കണം. അപ്പോൾ അവർ വരാൻ വേണ്ടിയിട്ടുള്ള വെയിറ്റിങ്ങും കൂടെ കൂടിയുണ്ട് കേട്ടോ. അപ്പോഴത്തേനും ഇതേ നല്ല അടിപൊളി മഴയും കാറ്റും ഒക്കെ ആയിട്ട് വന്നു. പിന്നെ ഞങ്ങളെല്ലാവരും മുൻവശത്ത് വന്നിരുന്ന് മഴയൊക്കെ ഇങ്ങനെ കണ്ടിരുന്നു കേട്ടോ. എൻ്റെ ഈ കുഞ്ഞാവുകൾക്ക് ഇങ്ങനെ മഴയത്ത് ആ മഴ നനയാനും അങ്ങനെ പുറത്തിറങ്ങിയിരിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അപ്പോൾ ദേ അതൊക്കെ കഴിഞ്ഞ് വാപ്പിച്ച് പള്ളി കഴിഞ്ഞ് വന്നപ്പോഴത്തേനും പോത്തിനെ കച്ചവടമാക്കിയിട്ടാട്ടോ വന്നത്. അപ്പോൾ പുതിയ പോത്തിനെ വാങ്ങിച്ചു. പിന്നെ അതിൻ്റെ പുറകെ ആയിട്ടോ അന്നത്തെ ദിവസം ഫുള്ള് പോത്തിന് തീറ്റ കൊടുക്കലും പോത്തിൻ്റെ അടുത്ത് പോയി നിൽക്കലും ഒക്കെ ആയിട്ട്. എൻ്റെ രണ്ടാമത്തെ മോന് ഭയങ്കര ഇഷ്ടമാട്ടോ ഈ വാപ്പപ്പാനെ പോലെ തന്നെ ഒരു മൃഗസ്നേഹിയാണ് ആളും. പിന്നെ അവൻ അങ്ങ് പോയി നിന്ന് തൊട്ടും തലോടിയൊക്കെ നിന്നപ്പോൾ ആൾ വേഗം അങ്ങോട്ട് ഇണങ്ങുകയും ചെയ്തു കേട്ടോ. അങ്ങനെ വലിയ പ്രശ്നമൊന്നും ഉണ്ടാക്കണമൊന്നുമില്ല. പക്ഷെ മോൾക്ക് ഭയങ്കര പേടിയാട്ടോ. അവളെന്നാലും അടുത്ത് പോകാനൊന്ന് ശ്രമിച്ചു നോക്കണ്ട, എങ്കിലും പേടിയുള്ളതുകൊണ്ട് തന്നെ അടുത്തേക്ക് അങ്ങ് ചെന്നില്ല കേട്ടോ. ഇച്ചിരി നേരമൊക്കെ നിന്നിട്ട് ആളിങ്ങോട്ട് പോന്നു. പിന്നെ അങ്ങനെ അന്നത്തെ ദിവസമൊക്കെ അങ്ങ് പോയി. ഇനി വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വരാം കേട്ടോ. അപ്പോൾ ഒന്നുകൂടെ എല്ലാവരും വീഡിയോ ഇഷ്ടമായ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. ബൈ.